വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ ഈ വിവാഹ ശുശ്രൂഷയെ പങ്കുചേരുവാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ ജോൺസൺ പാസ്റ്ററിലൂടെ പ്രാരംഭ സന്ദേശത്തെയും അതിനുശേഷം 2 കുഞ്ഞുങ്ങളുടെയും വീടിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ പ്രിയ റോയിച്ചാനിൽ നിന്നും നല്ല സന്ദേശം കേൾക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. റോയിച്ചാനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. റോയിച്ചാൻ എന്ന് പറയുന്ന വ്യക്തിയെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് തൻ്റെ ആവേശത്തിലാണ്. ഈസ് എ മാൻ ഓഫ് എനർജി. സുവിശേഷം പങ്കുവയ്ക്കുവാനും തൻ്റെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തിയ കർത്താവിനെക്കുറിച്ച് എവിടെ നിന്ന് പറയുവാനും മടി കാണിക്കാത്ത, ലജ്ജ കാണിക്കാത്ത ഒരു എളിയ ദൈവദാസനാണ് പ്രിയ റോയിച്ചാൻ. തന്നെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ജബിനും ജിബിനും പ്രിയ റോയിച്ചാൻ പറഞ്ഞപ്പോൾ ഒരു വാക്ക് പറഞ്ഞു. അത് ഞാനൊന്നുകൂടെ എൻ്റെ കുറച്ച് വർഷത്തെ പരിചയത്തിൽ അടിവരെ ഇടുക. അദ്ദേഹം പറഞ്ഞു, ബേച്ചാനെ ആൻറ്റി എല്ലാം നോക്കി പറഞ്ഞ് സാധുക്കളാന്ന് പറഞ്ഞു. അത് സത്യമാണ് കേട്ടോ. സഹോദരങ്ങൾ വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ദൈവമക്കളെയും ദൈവദാസന്മാരെയും വളരെ ബഹുമാനത്തോടെ കാണുന്ന വാത്സല്യ പ്രിയപ്പെട്ട കുടുംബം. പ്രിയ ബേച്ചാന് ആൻറ്റി ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഓർപ്പിച്ചതുപോലെ മൂത്ത സഹോദരൻ ജോബിൻ താൻ കത്തുവരയിൽ തിരുവചനം പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. തന്നെയും ദൈവം ആ നിലകളിൽ പണിതെടുത്തു. പ്രിയ ജോബിൻ ബദർ, ആഷി സിസ്റ്റർ, അവർക്ക് ദൈവം കൊടുത്ത സാറാമോള്, അനിയ സഹോദരിയുണ്ട് ജുബിയ, കാനഡയിലായിരിക്കുന്നു. വാത്സല്യ കുഞ്ഞിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയ ജോയലിൻ്റെ മാതാവ് ലിലി ആൻറ്റി, അവരുടെ കുടുംബാംഗങ്ങൾ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ബദനി അക്കാഡമിയിലെ ഒരു ടീച്ചറാണ്. ഞാൻ ആ സ്കൂളിൻ്റെ മാനേജിങ് ബോർഡിൽപ്പെട്ട ഒരാളാണ്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട വളരെ സ്നേഹിക്കുന്ന ഒരു പിതൃതുല്യമായൊരു ഒരു അച്ഛനാണ് മാത്യു ചാക്കോ സാറ്. ആ സ്നേഹത്തിൽ അദ്ദേഹം ആ സ്കൂളിൻ്റെ ഒരു ബോർഡംഗം എന്ന നിലയിൽ ഞാനും എളിവനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. വാത്സല്യ മകള് ജോസ്ലിൻ എൻ്റെ സഹോദരിയുടെ മകളാണ്. പ്രിയ ജോസ് ചാന്, ഡേസി ആൻറ്റി, ജോസ്ലിൻ, ചിന്നു തന്നെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വള്ളംകുളത്തെ കുടുംബം മാതാവ് തുണ്ടത്തിൽ ഫാമിലിയാണ്. വള്ളംകുളത്തെ കുടുംബത്തെ റാന്നിക്കാർക്ക് മുഴുവൻ അറിയാം. കാരണം റാന്നി കോളേജിൽ പഠിച്ചിട്ടുള്ള മുഴുവൻ പേർക്കും അറിയാവുന്ന അപ്പച്ചനും അമ്മച്ചിയുണ്ട്. കോളേജിനോട് ചേർന്നുള്ള സ്ഥാപനമായതുകൊണ്ട് അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരുടെയും അപ്പച്ചനും അമ്മച്ചിയായിരുന്നു. അപ്പോൾ എനിക്ക് മറ്റൊരു ബന്ധം കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ അവിടെ പഠിച്ച സമയങ്ങളിൽ വലിയ സ്നേഹമായിരുന്നു. അത്യാവശ്യമൊക്കെ അടിയൊക്കെ കിട്ടുമ്പോൾ അവസാനത്തെ ആൾക്കാർ ഓടിച്ചെല്ലുന്നത് കടയ്ക്കകത്ത് കയറിയാൽ പിന്നെ അമ്മച്ചി ഇറങ്ങണമെന്നൊക്കെ പറയായിരുന്നു. വേറെ ആരും തൊടാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അമ്മച്ചി ഇറങ്ങി എന്നാൽ പിന്നെ ആരും അടിക്കത്തില്ലായിരുന്നു. ഇന്ന് കലാലയ രാഷ്ട്രീയമൊക്കെ വളരെ സംഘർഷഭരിതമായിരിക്കുമ്പോൾ കടയ്ക്കകത്ത് കയറിയാൽ രക്ഷപ്പെടുമായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു ആംബിയറൊക്കെ അമ്മച്ചിക്കുണ്ടായിരുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. അവർ കുറേ സഹോദരങ്ങളുണ്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചർച്ചിലെ ഒരു വിശ്വാസത്തിന് ശേഷം ഒരേ പ്രായത്തിൽ 4 പെൺകുഞ്ഞുങ്ങളായിരുന്നു ഒരുമിച്ച് വരിക. ഡേശാൻ്റെയും ജെസിയാൻ്റെയും മക്കൾ രമ്യയും ഡിനും ജോസലിനും ചിന്നുമോളും. അപ്പോൾ ഇവർ 4 പേർക്ക് വേണ്ടി അവർക്ക് നല്ല തക്ക തുണകളെ ഒരുക്കാൻ വേണ്ടി എളിവരായി ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു പിള്ളേരെ. ഏതായാലും 3 പേരുടെ കഴിഞ്ഞു എന്നുള്ളതും ദൈവകൃപയിൽ സന്തോഷത്തോടെ ഓർക്കുന്നു. എന്ന് പറഞ്ഞിട്ട് അർത്ഥം മനസ്സിലായില്ലേ? ഒരാളോട് ഉണ്ട്, ആർക്കെങ്കിലും നല്ല കല്യാണം ഉണ്ടെങ്കിൽ ആലോചിക്കാം. നല്ല കൊച്ചാണ്, ഒരു കുഴപ്പമില്ലാത്ത കൊച്ചാണ് കേട്ടോ. വീട് നോക്കാൻ മിടുക്കിയാണ്. അത് ഞാൻ പറയുമ്പോൾ സാക്ഷ്യമാണ്. നല്ല കാര്യപ്രാപ്തിയുള്ളൊരു കൊച്ചാണ്. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങളെ കർത്താവ് നമുക്ക് തന്നല്ലോ. ഇനിയും ഒട്ടും മുഖവരകളില്ലാതെ ചെറിയ ചില കാര്യങ്ങൾ കമ്പി സന്ദേശങ്ങൾ പോലെ പറഞ്ഞ് ഞാനും മുമ്പോട്ട് പോകട്ടെ. ദൈവം കുടുംബം സ്ഥാപിച്ചു. കുടുംബത്തിൻ്റെ സ്ഥാപകൻ ദൈവമാണ് കുടുംബം സ്ഥാപിച്ചത്. എന്തിന് സ്ഥാപിച്ചു? ദൈവത്തിൻ്റെ ഒരു പരമമായ വിളിയായിരുന്നു കുടുംബം. മാരേജ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ഫ്രം ഗോഡ്. ഇറ്റ്സ് ആൻ ഇൻവിറ്റേഷൻ. കർത്താവിൻ്റെ സൃഷ്ടി കർമ്മത്തിൽ പങ്കുചേരാനുള്ളൊരു വിളിയാണ്. ഞാനൊരു ക്രൈസ്തവ വിശ്വാസി എന്ന നിലയിൽ, ഒരു സഭയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു പക്ഷേ കത്തോലിക്കലെ കുറച്ച് അച്ഛന്മാരെ ഒഴിച്ചാൽ ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിൽ അത് ഞാൻ പറഞ്ഞ് കേൾക്കാറുള്ളത് PG വർഗീസ് അങ്കിൾ മാത്രമാണ് അങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. കുടുംബം ഒരു വിളിയാണ്. ഇന്നത്തെ ഒരു പ്രശ്നം ഞാൻ ചോദിച്ചാൽ, ഈ ഒത്തിരി മക്കൾക്ക് വിദ്യാഭ്യാസം ഹൈ എഡ്യൂക്കേഷനാണ്. എല്ലാവരോടും ചോദിച്ചാലും കാണും, മാസ്റ്റേഴ്സ് ഒക്കെ മിനിമം എല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്.
വിദ്യാഭ്യാസമൊക്കെ കൂടി വരുന്തോറുമാണ് വിവാഹത്തോടൊരു വിരക്തി ഉണ്ടായേക്കുന്നത്. അപ്പോൾ പല കുട്ടികളും 30, 30, 31, 32 ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാ കാര്യം ചോദിച്ചാൽ അവർ പറയും സെറ്റിലായിട്ടാണ് കെട്ടുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആത്മാർത്ഥമായിട്ട് പറയണം, സെറ്റിലായിട്ട് കെട്ടിയ ഒറ്റ ആളുടെ പേര് പറയാമോ? സെറ്റിലായിട്ട് കെട്ടുമായിരുന്നോ, കെട്ടിയിട്ട് സെറ്റിലാവുമായിരുന്നു? സെറ്റിലായിട്ട് കെട്ടുമായിരുന്നോ, കെട്ടിയപ്പോൾ അങ്ങ് സെറ്റിലാവുമായിരുന്നു? കെട്ടുമ്പോൾ അങ്ങ് ഒക്കെ ആവും. ഓരോ കാര്യം, ഒരു കൊച്ചുള്ളപ്പോൾ അതിനുള്ളത് കെട്ടും, 2 കൊച്ചുള്ളപ്പം അതിനുള്ളത് കെട്ടും. ഇപ്പം കെട്ടുമ്പോൾ അങ്ങ് സെറ്റിലായിക്കോളും. ഒന്ന് ആമയും പറയാമെങ്കിൽ ആമയും പറഞ്ഞാൽ പിള്ളേരൊക്കെ കേൾക്കട്ടെ. ഒന്നുമില്ലാതൊക്കെ അല്ലേ കെട്ടിയപ്പോൾ അങ്ങ് ഇത്ര നടന്നില്ലേ? അതുപോലെ നിങ്ങളൊക്കെ ജീവിക്കുക. അങ്ങനെയൊക്കെ ജീവിക്കും ചോദിച്ചാൽ അങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കും. അങ്ങ് ജീവിക്കുമെന്നേ, അങ്ങ് കെട്ടുമ്പോൾ എല്ലാ കാര്യം നടന്നോളും, ദൈവം നടത്തും. അപ്പം ദൈവത്തിൻ്റെ വിളിയോട് പ്രതികരിക്കുക. അതിന് തടസ്സമായിട്ടുള്ളത് ഒരു മാനസികമായൊരു പ്രശ്നമാണ്. അത് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുന്ന പിള്ളേരാണല്ലോ, ചുമ്മാ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. ഫിയർ ടു ഗെറ്റ് മാരീഡ്, ഗാമോഫോബിയ എന്ന് പറയുന്നൊരു അസുഖമാണ്. അതൊരു മാനസിക പ്രശ്നമാണ്. 2 വർഷങ്ങളാണ് ഇന്ന് മനുഷ്യർക്കുള്ളത്. 1 കെട്ടാൻ പേടി, 2 കെട്ടിയാൽ പിള്ളേരുണ്ടാകാൻ പേടി. പിള്ളേരും പേടിയാ, കെട്ടാനും പേടിയാ. അതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ലിവിങ് ടുഗദറൊക്കെ എന്തിനേറെ പറയുന്നു. 80 വയസ്സുള്ള അച്ഛനും ലിവിങ് ടുഗദറിനെ കുറിച്ച് ചിന്തിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ലിവിങ് ടുഗദർ എന്നൊക്കെ വയസ്സ് 19 കഴിഞ്ഞിട്ടും ലിവിങ് ടുഗദർ എന്നൊക്കെയുള്ള ആശയങ്ങൾ പ്രായപൂർത്തിയായവരിൽ പോലും കാണുന്ന ഒരു ഉത്തരാധുനിക അപകടം പിടിച്ച പ്രവണതയിൽ നാം എത്തി നിൽക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം ദൈവവചനം എന്താണ് പറയുക. ദൈവവചനത്തിന് വളരെ നിഷ്കർഷകളുണ്ട്. ഒരു ക്രിസ്തുവിശ്വാസിയുമായിട്ട് മാത്രമേ വിവാഹം കഴിക്കാവൂ എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് പൗലോസ് പറയുന്നുണ്ട്. കർത്താവിൽ വിശ്വസിക്കുന്നതിനുമായിട്ട് മാത്രമേ ക്രിസ്തീയ വിവാഹം നടത്തപ്പെടാവൂ. ഞങ്ങളെല്ലാവരെയും ബഹുമാനിക്കുമ്പോൾ തന്നെ വിവാഹം ഒരു ക്രൈസ്തവ രഹസ്യമായതുകൊണ്ട്, വചനത്തിൻ്റെ ഒരു രഹസ്യമായതുകൊണ്ട് അത് 2 കർത്താവിൽ വിശ്വസിക്കുന്നവർ തമ്മിലുള്ള ബന്ധം എന്നുള്ളത് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ കൃത്യമായി പഠിപ്പിക്കുന്നു. അപ്പോൾ തന്നെ കുടുംബം ഒരു വിളിയാണ്. എന്തിന്? സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനുള്ള വിളിയാണ്. ഞാനിതെല്ലാ വിവാഹത്തിനും ഇപ്പം പറയാറുണ്ട്, ഒന്നുകൂടെ ആവർത്തിക്കുക. കേട്ടിട്ടുള്ളവരുണ്ട്. എൻ്റെ അടുക്ക ഒരു കുട്ടി വന്നു. ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? പ്രശ്നം ഇത്രയേ ഉള്ളൂ. അവൾ ഭയങ്കര ഹൈലി എഡ്യൂക്കേറ്റഡാണ്, എത്ര ഡിഗ്രി ഉണ്ട്. പക്ഷേ അവിടെ പ്രശ്നം എന്നാ ചോദിച്ചാൽ അവൾക്ക് കല്യാണം കഴിക്കാൻ സമ്മതമാണ്, വിത്ത് എ കണ്ടീഷൻ. കുട്ടി വേണ്ടെന്ന് പറയുന്ന ഒരാളെ കെട്ടണം, അല്ലെങ്കിൽ ഒരു കുട്ടി മതി എന്ന് പറയുന്ന ഒരാളെ കെട്ടണം. എവിടെ പോയി നമ്മൾ തപ്പിപ്പിടിക്കും? കുട്ടി വേണ്ടെന്ന് പറയുന്ന ഒരാൾ വേണം, അല്ലെങ്കിൽ ഒരു കുട്ടി മതി എന്ന് പറയുന്ന ഒരാൾ വേണം. ഞാൻ ആ മോളോട് ചോദിച്ചു, നീ എത്രാമത്തെയാ? അവൾ പറഞ്ഞ് ഞാൻ 3-ാമത്തെയാ. ഞാൻ ആ പൊന്നിനോട് ചോദിച്ചു, മുത്തേ നിൻ്റെ അമ്മ 1 മതിയപ്പം വേണ്ടാന്ന് പറഞ്ഞായിരുന്നെങ്കിൽ, നിർത്തണമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നീ കാണുമോ? ഇല്ല. എന്നാലും സന്തോഷത്തോട് ചോദിക്കട്ടെ, ഒരു 20 വർഷം കഴിഞ്ഞാൽ മണിയാറ്റ് ഓഡിറ്റോറിയം ഉണ്ടെങ്കിൽ ഞാനിവിടെ നിൽക്കേണ്ടി വന്നാൽ ഈ ചോദ്യം ചോദിച്ചാൽ കൈപൊക്കാൻ ആരും കാണത്തില്ലെന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ ചോദിക്കുക, 2-ാമത്തെ മക്കളൊന്ന് കൈപൊക്കാമോ? 2-ാമത്തെ മക്കൾ കുറേ പേര് പൊക്കി, ദൈവം അനുഗ്രഹിക്കട്ടെ. 3-ാമത്തെ മക്കൾ ദൈവം അനുഗ്രഹിക്കട്ടെ. 4-ാമത്തെ മക്കൾ മതിച്ചേട്ടനൊക്കെ 4-ാമത്തെ മക്കൾ. 5-ാമത്തെ മക്കൾ 5 ഉണ്ട്, ദൈവം അനുഗ്രഹിക്കട്ടെ. 6-ാമത്തെ മക്കൾ 6 ദൈവം അനുഗ്രഹിക്കട്ടെ. 7-ാമത്തെ മക്കൾ 7 ദൈവം അനുഗ്രഹിക്കട്ടെ. റോയിച്ചാൻ 7-ാമത്തെ. റോയിച്ചാൻ 6-ാമത്തെ അമ്മച്ചി നിർത്തിയായിരുന്നെങ്കിൽ ഇന്നത്തെ പ്രസംഗം കേൾക്കാൻ ഒക്കുമായിരുന്നു. 7-ാമത്തെ 8-ാമത്തെ ഉണ്ട്, 8 രായിച്ചാനൊക്കെ ഉണ്ട്. 8 9 അവിടെ എത്ര? വള്ളംകുളത്ത് എത്ര? 10 9 10. 10-ാമത്തെയാണ് മോടപ്പാപ്പൻ, ഇളയപ്പാപ്പൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട റോബർട്ട് അപ്പാപ്പൻ. അപ്പം 10 11 ഉണ്ടോ? ഒരാളുണ്ട്. 11 12 ഇല്ല. ഞാൻ 11 വരെ ഉണ്ട് അല്ലേ? 10 11. അപ്പോൾ ദൈവത്തിന് സന്തോഷം. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് 14 മക്കളെ പ്രസവിച്ച ഒരു അപ്പച്ചനെ അമ്മച്ചിയാണ്. കാണാൻ പോയി. അമ്മച്ചിക്ക് ഇടയ്ക്ക് മരിച്ചുപോയി. അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ അമ്മച്ചിക്ക് യൂട്രസ് ക്യാൻസറായി. ഡോക്ടർ പറഞ്ഞു ഒരു മക്കൾ പോലും ഉണ്ടാകത്തില്ലെന്ന്. അപ്പോൾ ഇവർ 2 കൂടെ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവെ കുഞ്ഞുങ്ങളെ തന്നാൽ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവ് ഒരു യൂട്രസ് ക്യാൻസർ സൗഖ്യമാക്കി മക്കളെ കൊടുത്തപ്പോൾ ഒന്ന് കൊടുത്തു. ഇവർ സ്വീകരിക്കാമെന്ന് പറഞ്ഞപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14 മക്കളെ. ഞാനും വൈഫും കൂടെ കാണാൻ പോയി. കാണാൻ ചെന്നപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, സ്റ്റിൽ ഐ ആം ഓക്കെ ബട്ട് ഇറ്റ് ഈസ് നോട്ട് മൈ പ്രോബ്ലം. അമ്മച്ചി ഈസ് നോട്ട് ഓക്കെ, ദാറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം. അപ്പച്ചൻ ഭയങ്കര സന്തോഷവാനായിരുന്നു. 14 മക്കളെ. 14 മക്കളും നല്ല ഇന്ത്യയെ സ്നേഹിക്കുന്ന നല്ലൊരു മക്കളാണ്. അപ്പോൾ മക്കൾ എന്ന് പറയാനായിട്ടൊരു കാരണമുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചു, എന്നെ ശ്രദ്ധിക്കണേ, ഒരു കുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞ് മരിച്ചുപോയി എന്ന് വെക്കുക, സങ്കടകരം സംഭവിക്കാതിരിക്കട്ടെ. മരിച്ചുപോയി. ഞാൻ ചോദിക്കുന്നു, ആ കുഞ്ഞ് സ്വർഗത്തിൽ കാണുമോ ഇല്ലയോ? കാണുമോ ഇല്ലയോ? കാണും, യാതൊരു സംശയം വേണ്ട, സ്വർഗത്തിൽ കാണും. ഒരു കുഞ്ഞ് ജനിച്ചു, ഓട്ടിസ്റ്റിക്കാണ്, MR ആണ്, ആ കുഞ്ഞ് മരിച്ചുപോയി, സ്വർഗത്തിൽ കാണുമോ ഇല്ലയോ?
കാണും, യാതൊരു സംശയം വേണ്ട. ബുദ്ധിയുള്ള പിള്ളേരൊക്കെ കുറച്ചുകൂടെ പേടിക്കണം. പക്ഷേ ഈ മക്കൾ ഒരു പാപം ചെയ്യാത്തതുകൊണ്ട് അവർ നേരെ അവിടെ കാണും, സ്വർഗത്തിൽ കാണും. ഒരു കുഞ്ഞ് ജനിച്ചു, അബോട്ടായിപ്പോയി, സ്വർഗത്തിൽ കാണുമോ ഇല്ലയോ? കാണും. ലൈഫ് മസ്റ്റ് ബി ഓണേഡ് ഫ്രം ദ വെരി മൊമെൻറ്റ് ഓഫ് കൺസെപ്ഷൻ ടിൽ ദ നാച്ചുറൽ ഡെത്ത്. അതാണ് ബൈബിൾ പറയുന്ന ആ വലിയ ജീവനോടുള്ള ബഹുമാനം. അപ്പം കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ കാണും. അങ്ങനെയെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്ന് പറയുന്നത് ബയോളജിക്കൽ എഫക്റ്റ് അല്ല, സ്വർഗത്തിനൊരു അവകാശിയെ കൊടുക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. കുഞ്ഞുങ്ങൾ കുടുംബത്തിലാണ് ജനിക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ വിളി സൃഷ്ടികർമ്മത്തിലേക്കുള്ള വിളിയാണ്. അപ്പോൾ ഞാൻ എന്തിനാണ് ഈ ബോഷനെ പോലെ 1, 2, 3, 4 എന്ന് കൈ പൊക്കിച്ചെന്ന് ചോദിച്ചാൽ നിങ്ങൾ കാണാൻ വേണ്ടി മാത്രമാണ്. മനസ്സിലായോ? നിങ്ങൾ കാണാൻ വേണ്ടി മാത്രം, എന്നെ തുറച്ചു നോക്കാതെ, നിങ്ങൾ കാണാൻ വേണ്ടി മാത്രമാണ് ഞാനത്. നിങ്ങൾ കാണും, മക്കൾ വേണം. മക്കൾ ദൈവത്തിൻ്റെ ദാനം. ജീവനോട് എതിർ നിൽക്കുന്നത് ദൈവത്തോട് എതിർക്കുകയാണ്. നമ്മൾ ജീവനെ എതിർക്കരുത്. ജീവൻ്റെ ദാതാവാരാ? ദൈവം. ജീവൻ വേണ്ടെന്ന് വെച്ചാൽ ദൈവത്തോട് എതിർക്കുകയാണ്. പല മക്കൾക്കും ഒരു പ്രശ്നമുണ്ട്, ഞാൻ എന്തുമാത്രം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാ, വേണ്ട 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 വേണ്ട, പിന്നെ തോന്നുമ്പം വേണമെന്ന് പറയാൻ കരുതാ ഇതിങ്ങനെ ഇരിക്കുക അല്ല. ഒറ്റ കാര്യം വേണ്ടെന്ന് പറയരുത്. തമ്പുരാനെ നീ അങ്ങ് തരുമ്പോൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് 2 കൈയും നീട്ടി ജീവനെ സ്വീകരിക്കണം. ആമേൻ പറയാവുന്നവരൊന്ന് ആമേൻ പറഞ്ഞ് 2 കൈയും നീട്ടി ദൈവം തരുന്ന ജീവനെ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദി ആരാണ്? ദൈവമാണ്. മക്കളെയൊക്കെ ദൈവം വളർത്തും. പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകണം. എന്നാലേ നമ്മൾ കരയത്തുള്ളൂ, എന്നാലേ നമ്മൾ പ്രാർത്ഥിക്കത്തുള്ളൂ. അവിടെയാണ് വിശുദ്ധീകരണം നടക്കുക. ഒന്ന്, ഇത് സൃഷ്ടികർമ്മത്തിലേക്കുള്ള വിളിയാണ്, സൃഷ്ടികർമ്മത്തിലേക്കുള്ള വിളി. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കുടുംബം സ്ഥാപിച്ച ദൈവം അവരെ ഏതെൻ്റെ തോട്ടത്തിലാക്കി വെക്കുന്നു. എന്നും സന്ധ്യയാകുമ്പോൾ ആര് വരും? ദൈവം വരും. സന്ധ്യയാകുമ്പം ദൈവം വരും. ഇവർ 3 പേരും കൂടെ നടക്കുകയാണ്. നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നൊരു വാക്യമുണ്ട്, മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകത്തില്ല. ചേർന്ന് പറഞ്ഞേ, മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകത്തില്ല. ഞാൻ നിങ്ങളോടത് പറയുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരിമാർ, അത്രയും ഞാൻ പറഞ്ഞാൽ ശരിയാകുമെന്ന് അറിയത്തില്ല, എന്നാലും പറയാം. മുടി പിന്നുമ്പം നോർമലി, ബ്യൂട്ടി പാർലറല്ല, നോർമലി ഒരു അമ്മ പിന്നിത്തരുകയാണെങ്കിൽ എത്ര പിണയായിരിക്കും? 3 പിണ ആണേ, 3 പിണയാണ്. ഇടത്തുനിന്ന് ഒരു പിണയെടുക്കുന്നു, വലത്തുനിന്ന്. ഇടത്തെ പെണ്ണ ചെറുക്കനാണെങ്കിൽ വലത്തെ പെണ്ണാണ്, നടുക്കത്ത് കർത്താവാണ്. ഇടത്തേത് എടുക്കുന്നു, വലത്തെ എടുക്കുന്നു, ഇടയ്ക്കത്തെ എടുത്തിട്ട് മേളി വെക്കുന്നു, വീണ്ടും ആ മേളിലോട്ട് ഇടത്തേത് വെക്കും, അങ്ങനെയാണോ പിന്നെന്നേ? ആണല്ലോ. അപ്പം മുപ്പിരിച്ചരട് വേഗത്തിൽ എന്ത് ചെയ്യത്തില്ല? അറ്റുപോകത്തില്ല. എന്നാൽ 2 പിണയിട്ട് മുടി പിന്നിയിട്ടാൽ പെട്ടെന്ന് ചിലപ്പോൾ അഴിഞ്ഞു പോകുമ്പോൾ പിന്നെ. എന്നാൽ ചില സൗന്ദര്യത്തിന് 4 പിണയും അഴിയാൻ പാടുമാണ്. ഈ 3-നിടയ്ക്ക് വേറൊന്നുകൂടെ കയറിയാൽ കടുങ്കെട്ട് വീഴും, അത് ഊരാക്കുരുക്കാകും. അതിൻ്റെ പേരാണ് 8ൻ്റെ പണി കിട്ടും. 8ൻ്റെ പണി എന്ന് പറഞ്ഞാൽ അറിയാവോ? ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ വന്ന് കയറിയാൽ 8ൻ്റെ പണി കിട്ടും. 8ൻ്റെ പണി എന്ന് പറഞ്ഞാൽ കയറാൻ എളുപ്പമാണ്, ഇറങ്ങാൻ പാടാ. മോനെ 3 ആണെങ്കിൽ ഇതുവഴി ഇറങ്ങി വരാം, 4 ആണെങ്കിൽ ഇതുവഴി ഇറങ്ങി വരാം, 5 ആണെങ്കിൽ ഇങ്ങനെ ഇറങ്ങി വരാം, 8 ആണെങ്കിൽ നീ ഇതുവഴി ഇറങ്ങി വരും. ജീവിതത്തിൽ ഇറങ്ങി വരത്തില്ല. ആ കുരുക്കിൻ്റെ പേരാണ് 8ൻ്റെ പണി. അപ്പം 4 പേര് അല്ല 3 പേര്. 3-fold cord cannot broken easily. ഇത് മുപ്പിരിച്ചരടാണ്. മുപ്പിരിച്ചരടായ ദൈവം അവരെ സൃഷ്ടിച്ചിട്ട് അവരെ ഏദൻ്റെ തോട്ടത്തിലാക്കി വെക്കുന്നു. ഏദൻ്റെ തോട്ടത്തിലാക്കി വെച്ചിട്ട് ദൈവം അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലത്തിൽ കഴിക്കരുത്. 3-ാം അധ്യായത്തിലാണ് ഉൽപ്പത്തി പുസ്തകം. 3-ാം അധ്യായത്തിൽ വേദപുസ്തകത്തിലെ സൃഷ്ടി സംഭവ വിവരണമാണ്. അവിടെ 2-ാം അധ്യായത്തിൽ പാപത്തിന് തൊട്ട് മുമ്പേ കുടുംബമുണ്ട്. പാപത്തിന് മുമ്പ് എന്തുണ്ട്? കുടുംബമുണ്ട്. പാപത്തിന് മുമ്പേ മക്കളുണ്ടാകുമെന്നുള്ള അനുഗ്രഹമുണ്ട്. അതിനു മുമ്പ് ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകണം. എന്നിട്ട് പറഞ്ഞ് വളരെ പ്രധാനമായൊരു സ്റ്റേറ്റ്മെൻറ്റ് 2-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിലുണ്ട്. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, പക്ഷേ അവർക്ക് നാണമില്ലായിരുന്നു. They both were naked, but they were not ashamed. അവർ 2 പേരും നഗ്നരായിരുന്നു, നാണമില്ലായിരുന്നു. നഗ്നത എന്ന് പറയുന്നത് വസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടല്ല അവിടെ പറയുക. അവിടെ പറയുന്ന ഒരു അവസ്ഥയാണ്. നഗ്നരായിരുന്നു, നാണമില്ലായിരുന്നു. അർത്ഥം പരസ്പരം മറയ്ക്കാൻ ഒന്നുമില്ലാത്തവരായിരുന്നു. ആദിമ ദമ്പതികൾ പരസ്പരം മറയ്ക്കാൻ ഒന്നുമില്ലാത്തവരായിരുന്നു. ഇന്നിൻ്റെ മറകൾ വലുതാണ്. പല ഭാര്യമാരുടെയും ഫോണിൻ്റെ ലോക്ക് നമ്പർ ഭർത്താവിന് അറിയത്തില്ല, ഭർത്താവിൻ്റെ നമ്പർ ഭാര്യയ്ക്ക് അറിയത്തില്ല. ഇത് എടുക്കുമ്പോൾ ഇത്ര വെപ്രാളം എന്തിനാ? ഈ ഫോൺ എങ്ങാണോ ആരെങ്കിലും എടുത്ത് ഇയാളെന്തിനാ ഇത്ര വെപ്രാളപ്പെടുന്നത് എനിക്ക് അറിയാൻ വേണ്ടി വയ്ക്കുക. ഇതിനകത്ത് എന്താ ഇരിക്കുന്നത്? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ രഹസ്യങ്ങളിരിക്കുക. ഇങ്ങനെ എന്തിനാ ഇത്രയും പേടിക്കുന്നത്? അപ്പോൾ പേടിക്കാനുള്ളവർക്ക് ഭയക്കാനുള്ളവർക്ക് രഹസ്യങ്ങളുള്ളവർക്ക് എന്തുണ്ട്? പേടിയുണ്ട്. അപ്പോൾ രഹസ്യങ്ങളില്ലാതെ ജീവിക്കണം. പരസ്പരം മറയ്ക്കാനൊന്നും പാടില്ല.
പരസ്പരം മറയ്ക്കാനൊന്നും, ഒരു ഫോൺ കോല് പോലും അവൾ കാണാതെ ഡിലീറ്റ് ചെയ്യുകയോ അവൻ കാണാതെ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യേണ്ട ഗതികേട് ഒരു കുടുംബജീവിതത്തിൽ വന്നാൽ അത് പ്രശ്നമാണ്. അവിടെ കിടക്കണം. നീ അറിയാത്ത ഒന്നും എനിക്കില്ല, ഞാൻ അറിയാത്ത ഒന്നും നിനക്കില്ലെന്ന് പറയുന്നതാണ് നഗ്നത. അതായത് മറയ്ക്കാനൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ ദാമ്പത്യ ജീവിതത്തിൽ മറകൾ ഒത്തിരി കൂടുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഇടപാടുകളും ഇടപെടലുകളും പുറംലോകവുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ കൂടുമ്പോൾ മറകൾ കൂടുക. എളിവൻ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു കഥയായി എനിക്ക് തോന്നിയിട്ടുള്ള കഥ ഞാൻ ആവർത്തിക്കാറുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും ഭയങ്കര സ്നേഹമായിരുന്നു. നാട്ടുകാർക്കെല്ലാം കുശുമ്പായി ഇവിടെ സ്നേഹം കണ്ട്. പക്ഷേ ഒരു ദിവസം ഈ ഭാര്യയ്ക്കൊരു പ്രത്യേക അസുഖമാണെന്ന് കണ്ടെത്തി. അത് നാൾക്ക് നാൾ അവളെ ക്ഷീണിച്ച് വന്നു. മരണാസനിയായ ആ പാവം, മരണാസനിയായ ഭാര്യയുടെ അടുത്തിരുന്നു കൊണ്ട് ഭർത്താവ് നല്ലപോലെ കെയർ ചെയ്ത് ശുശ്രൂഷിക്കുക. സാധാരണയാണെങ്കിൽ ഭാര്യമാരെന്ത് പറയും? അങ്ങനെ പറയാത്തൊരു കാര്യം ഈ ഭാര്യ പറഞ്ഞു. സാധാരണ ഭാര്യമാരാണെങ്കിൽ പറയും, ഞാൻ ചത്താൽ നിങ്ങൾ കെട്ടുമോ, സത്യം ചെയ്യും, കെട്ടുമോ എന്നല്ലേ ചോദിക്കുക. അങ്ങനെയല്ലേ സാധാരണ ഭാര്യ ചോദിക്കുക. പക്ഷേ ഈ സഹോദരി പറഞ്ഞു, നിങ്ങൾ കെട്ടണം, ഞാൻ മരിക്കും. സാധാരണ തിരിച്ചല്ലേ പറയുക, എൻ്റെ പെങ്ങൾ മരിച്ചു കേട്ടോ, പാവം. മരിക്കുന്നതിന് കുറച്ച് മുമ്പ് മരണം ഉറപ്പായപ്പം, മരിച്ചു പോകുന്ന നമുക്ക് ഉറപ്പായപ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ്. അപ്പം നമുക്കറിയാം, നമ്മൾ രാത്രി ഫോൺ പോലും ഓഫ് ചെയ്യത്തില്ല, ഏത് നിമിഷം അവിടെ കോള് വരാം. അങ്ങനെയുള്ളൊരു സീരിയസ് കണ്ടീഷനിലൂടെ എൻ്റെ പെങ്ങൾ കടന്നു പോകുമ്പോൾ ഞാൻ വെളുപ്പിനെ നോക്കുമ്പോൾ താണ്ട ഒരു മുറ്റത്തൊരു പിക്കപ്പ് വാന ഒരു കട്ടിൽ ഒരു മെത്തയും. ഞാൻ ചോദിച്ചു എന്താണ് അത് ചേച്ചി തന്ന് വിട്ടാ, എവിടുന്ന് ഇന്നടത്തു നിന്ന്, എന്നാ കാര്യം അറിയില്ല ചേച്ചി, അവൾ എന്നോട് പറഞ്ഞു ഇവിടെ കൊണ്ടിറക്കാൻ അഡ്രസ്സും തന്ന് വിട്ടു. ഒരു പിക്കപ്പ് വാനയിലെ കട്ടിലും മെത്തയുണ്ട്. ഞാൻ പെട്ടെന്ന് അവളെ വിളിച്ചു, ഇതെന്താ അടി? അത് ഞാൻ കൊടുത്തു വിട്ട എന്തോ കട്ടിലും മെത്തയും. ഞാൻ ചോദിച്ചു എന്തിനാ? എടാ ഉറപ്പാടാ ഞാൻ ചത്തുപോയാൽ അളിയൻ വേറെ കെട്ടുവടാ, കെട്ടിയാൽ ഈ കട്ടിലെ കിടക്കല്ലടാ, അതിനാണ് ഞാൻ കട്ടിലും മെത്തയും കൊടുത്തു വിട്ടെ. നീ കിടന്നു, എനിക്ക് ഒരു വിരോധമില്ല, പക്ഷേ വേറെടുത്ത് കിടക്കണ്ടാടാ. ഏതായാലും എൻ്റെ പെങ്ങൾ മരിച്ചും പോയി, എൻ്റെ അളിയൻ കെട്ടുകയും ചെയ്തു, ആ കട്ടിലെ കിടത്തിയില്ല, ആ കട്ടിൽ എൻ്റെ ഇല്ലാണ്. അതാണ് സാധാരണ പെണ്ണ്, അതല്ലേ പെണ്ണെന്ന് പറഞ്ഞാൽ എന്നും പെണ്ണല്ലേ, അതാണ് പെണ്ണ്. പക്ഷേ ഈ സഹോദരി പറഞ്ഞു, അങ്ങനെയല്ല ചേട്ടൻ കെട്ടണം. അവൾ അങ്ങനെ പറഞ്ഞ അങ്ങനെയല്ല പറയാതെ. എന്നിട്ട് അവൾ പറഞ്ഞെന്ന്, കെട്ടി വരുന്ന പെണ്ണിൻ്റെ മൂക്കയിൽ ഈ മൂക്കത്തി ഇടണം, കെട്ടി വരുന്ന പെണ്ണിൻ്റെ കാതയിൽ ഈ കാതിപ്പ് ഇടണം, ഇനി അങ്ങനെ പറയാതെ ഈ മാല ഉരി അവിടെ കഴുത്ത ഇടണം. പറഞ്ഞ് അവൾ വന്നു, ചേട്ടാ ഈ വള ഉരി അവിടെ കയ്യിടൽ. പഹയൻ വൃത്തികെട്ടൻ പെട്ടെന്ന് പറയുക, ഈ വള അവിടെ കയ്യെ കയറത്തില്ലെന്ന്, ഈ വള അവിടെ കയ്യെ കയറത്തില്ല. അപ്പോൾ ഈ മനുഷ്യന് വേറെ തടിച്ച കൈയുണ്ടായിരുന്നു. എൻ്റെ പൊന്നു മക്കളെ, മറയ്ക്കാനില്ലാതെ ജീവിക്കണം. എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്കൊരു പ്രാർത്ഥനയുണ്ട്, ഒറ്റ പ്രാർത്ഥന, സത്യസന്ധം. ഞാൻ 2-3 കാര്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. ആ കാര്യത്തിൽ എൻ്റെ ഒരു മോഡൽ ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്ക് തെറ്റില്ല, അല്ല എനിക്ക് വിഷമവുമില്ല. ആ കാര്യത്തിൽ എൻ്റെ മോഡൽ പ്രിയർ, ഞങ്ങളുടെ ഈ പുറകിൽ ഇരുന്ന് കുഞ്ഞുങ്ങളെ ആശീർവദിക്കുന്ന റോയി ചാക്കോ പാസ്റ്ററാണ്. ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് ഇച്ചിരി ഇങ്ങനെ പ്രസംഗം എന്നൊക്കെ നിലയിൽ അറിയപ്പെടുന്നൊക്കെ ഉണ്ട്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, ഉയർച്ച എന്നെ അഹങ്കാരിയാക്കുമെങ്കിൽ എനിക്ക് ഉയർച്ചയെ വേണ്ട. അഹങ്കാരിയായിട്ട് ഒരു ദിവസം ജീവിക്കുന്നതിനും ഭേദം മരിച്ചു പോകുന്നതാണ്. കർത്താവെ ഞാൻ അഹങ്കാരി ആകുമെന്ന് അങ്ങയ്ക്ക് തോന്നുകയാണെങ്കിൽ അതിന് മുമ്പ് എടുത്തോണം. രണ്ടാമത് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയും. എനിക്ക് മരിക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ കണ്ണി നോക്കി ഞാനാണ് ആദ്യം പോകുന്നത്. സത്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ആദ്യം പോകണമെന്ന്. അതെല്ലാ ആണുങ്ങളോട് ഞാൻ പറയാം. നമ്മളെ ഇരുത്തിയിട്ട് അവർ പോയാൽ രാവിലെ നമ്മൾ നമ്മുടെ ഉടുപ്പൊക്കെ എങ്ങനെ തപ്പിയെടുക്കും? എനിക്കറിയത്തില്ല, എനിക്കൊന്നും അറിയത്തില്ല സത്യമായിട്ട്. എനിക്ക് വേദോസ്തമൊക്കെ അറിയാം കുറേയൊക്കെ, ബാക്കിയൊന്നും എനിക്കറിയില്ല. അപ്പോൾ അവൾ പോയാൽ ഞാൻ എന്തോ ചെയ്യും? എന്നാലും തമ്പുരാനെ, ഞാനാണ് ആദ്യം പോകുന്നതെങ്കിൽ അവിടെ കണ്ണി നോക്കി എനിക്കൊന്ന് പറയണം, നീ അറിയാത്ത ഒരു രഹസ്യം എനിക്കില്ലെന്ന്, മറകൾ. ഇത് പറഞ്ഞത് ക്രിസ്തു ക്രൂശി 33 വയസ്സുകാരനാകട്ടോ, സുന്ദരൻ, എന്നോ സൗന്ദര്യമാണ്, എൻ്റെ പ്രിയൻ, വെണ്മയും ചുമപ്പുള്ളവൻ, 10,000 അതിശ്രേഷ്ഠനായ ക്രിസ്തു കാൽവറി കുരിശിൽ നഗ്നനായി കിടക്കുമ്പോൾ 33കാരൻ പറയുന്നൊരു കാര്യമുണ്ട്, ലോകത്തോട് എനിക്ക് മറയ്ക്കാനൊന്നുമില്ല. പ്രിയരെ, ദാമ്പത്യത്തിൻ്റെ 1 മുപ്പിരിച്ചേട് 2 മറകളില്ലാതെ ജീവിക്കണം. സാമ്പത്തികമായി പോലും മറയ്ക്കരുത്. ഇന്ന് ഈ പണത്തിൻ്റെ പേര് ഭയങ്കര ഇടർച്ചകളാണ്. ദൈവത്തെ ഓർത്ത് പറയുക, കെട്ടിച്ചു വിട്ട പെൺപിള്ളാരുടെ പുറകെ നടന്ന അമ്മമാർ ഫോൺ ചെയ്യല്ല, അവർ ജീവിച്ചോളുമെന്ന്. നീ എന്തോ ചെയ്തടി, നീ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, നിങ്ങളൊക്കെ എങ്ങനെ ജീവിച്ചേ, നിങ്ങളൊക്കെ അതുപോലെ ജീവിക്കും. എന്നിട്ട് ഈ പെൺപിള്ളാരെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇവർ കെട്ടിയോനെ വിട്ട് ഒറ്റ ദിവസം പോത്തുമില്ല. അവർ വയസ്സാം കാലത്തും കൊണ്ട് നടക്കും. എന്നിട്ടോ പിള്ളേരുടെ ജീവിതത്തിൽ ഇടപെടരുത്. ഞാൻ പറഞ്ഞൊരു അടിയന്തര ഘട്ടത്തിൽ ഇടപെടരുന്നല്ല, ഡെയിലി റൊട്ടീനൊക്കെ അവർക്കറിയാം. സാമ്പത്തിക കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് നിങ്ങൾ തീരുമാനിക്കണം. മനസ്സിലാക്കണമെന്നുണ്ടോ? ദൈവത്തെ ഓർത്ത് അവരെ വെറുതെ വിടുക, അവർ ജീവിച്ചോളും. ആമേൻ പറയാമെങ്കിൽ ഒന്ന് ആമേൻ പറഞ്ഞേ.
അവരെ വെറുതെ വിട്, അവർ ജീവിക്കട്ടെ, വീണ് എഴുന്നേറ്റുമൊക്കെ അവർ പഠിക്കും. അങ്ങനെയല്ലേ എല്ലാവരും പഠിക്കുക. അപ്പം മറകളില്ലാതെ ജീവിക്കണം. 1:32, 2 മറകളില്ലാതെ ജീവിക്കണം. വീണ്ടും മുമ്പോട്ട് പോകട്ടെ. 6-ാമത് അധ്യായം നോഹയുടെ കാലം. നോഹയുടെ കാലത്താണ് ദൈവം ദുഃഖിച്ചത്. ഒറ്റ കാര്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച് ദുഃഖിച്ചു. കാരണമുണ്ട്, ബോധിച്ച് ഏവരെയും എന്തായിട്ട് എടുത്തു? ഭാര്യമാരായിട്ടെടുത്തു. ലൈംഗിക അരാജകത്വങ്ങൾ വന്നു. സെക്ഷൽ ട്രാപ്പുകളിലേക്ക് മനുഷ്യൻ പെട്ടപ്പോൾ ദൈവം അനുതപിച്ചു. ദൈവം അനുതപിച്ച് ഭൂമിയെ നശിപ്പിക്കാൻ പോവുകയാണ്. ദൈവം അപ്പോൾ നോഹയോട് പറഞ്ഞു, നീ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം പണിയണം. അത് ക്രിസ്തു എന്ന രക്ഷിതാവിലൂടെ ലഭിക്കുന്ന രക്ഷയുമായിട്ടൊക്കെ സമാനതകളുള്ള പഴയ നിയമ ചിന്തകളാണ്. നീ ഒരു പെട്ടകം പണിയണമെന്ന് പറഞ്ഞു. പെട്ടകം പണിയും. യു ഹാവ് ടു മേക്ക് ആൻ ആർക്ക്. നീ ഒരു പെട്ടകം പണിയണം. എന്താണ് പെട്ടകത്തിൻ്റെ പ്രത്യേകത? ഉൽപ്പത്തി പുസ്തകം 6-ാമത് അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. അതിൻ്റെ 14-ാം വാക്യം, നീ ഗോഫർ മരം കൊണ്ട് പെട്ടകം പണിയണം. എന്നിട്ട് ആ പെട്ടകത്തിന് മുറികൾ ഉണ്ടാക്കണം. യു ഹാവ് ടു മേക്ക് റൂംസ് ഇൻ ദാറ്റ് ആർക്ക്. നീ ആ പെട്ടകത്തിനകത്ത് എന്തുണ്ടാക്കണം? മുറികൾ ഉണ്ടാക്കണം. മുറികൾ, റൂംസ് ഇൻ ദാറ്റ് ആർക്ക്. മുറികൾ ഉണ്ടാക്കണം. എന്താണ് മുറി? മുറി എന്ന് പറയുന്നത് സ്വകാര്യതകളുള്ളതാണ്. നമുക്കൊരു വീട് പണിതാൽ വീടിൻ്റെ ഡൈനിങ് റൂമുണ്ട്, അടുക്കളയുണ്ട്, ലിവിങ് റൂമുണ്ട്, പിന്നെ ബെഡ്റൂമുണ്ട്. ബെഡ്റൂം തന്നെ മാസ്റ്റർ ബെഡ്റൂമുണ്ട്, പിന്നെ കൊച്ചുങ്ങളുടെ ബെഡ്റൂമുണ്ട്. അപ്പം ബെഡ്റൂം വേണം. അതെന്താണ്? മുറി വേണം. മുറി എന്തിനെ കാണിക്കുക? ഒന്ന്, സ്വകാര്യതകളെ കാണിക്കുകയാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും സ്വകാര്യത വേണം. അവിടെ മുറികൾ വേണം. ബന്ധങ്ങൾ പൂവണിയണം. ബന്ധങ്ങളുണ്ടാകുന്ന മുറികളിലാണ്. ഇന്ന് പക്ഷേ മനുഷ്യർക്ക് മുറികളല്ല, മതിലുകളാണ്. ഞാൻ എന്തെല്ലാം ജീവിതത്തിൽ കണ്ടു. ഫണ്ണി ആയിട്ടുള്ള കുറേ കാര്യം കണ്ടു. ഒരു മുറിക്കകത്ത് തന്നെ മതിലുകളായി ജീവിക്കുന്നവരെ കണ്ടു. ഒരു അത്യാവശ്യത്തിന് ഒരു വീട്ടിൽ കയറി ചെല്ലേണ്ട വന്നു. പെട്ടെന്ന് ബെല്ലടിച്ചപ്പോൾ രാത്രിയാണ്, അവർ തുറക്കേണ്ട വന്നു. പാപം. തുറന്നപ്പോഴത്തേനൊക്കെ ഇറങ്ങി വന്നത് ആൻറ്റിയാണ് തുറന്നപ്പം തണ്ട് ഒരു ചുന്നി എടുത്ത് ഇങ്ങനെ കെട്ടി മൂക്ക് കാണാം, കണ്ണ് കാണാം, ബാക്കിയൊന്നും കാണാത്ത പോലെ ചുന്നിയിട്ട് കെട്ടി വെച്ചേക്കുക. ഞാൻ പേടിച്ചു പോയി. ഭീകരം പോലെ ഒരു സ്ത്രീ ഇങ്ങനെ വന്നെല്ലാം ചുറ്റി വെച്ചേക്കുക. എടുത്ത് ചോദിച്ചു ഇതെന്താ പറ്റിയ? കെട്ടിയവൻ പറഞ്ഞു, ഞാനേ കൂടെ കിടക്കുമ്പോൾ ഉമ്മ കൊടുക്കാതിരിക്കാൻ കെട്ടി വെച്ചേക്കുക. കാരണം എൻ്റെ ഉമ്മ അവിടെ ദേഹത്ത് മുട്ടരുത്, അതിനാണ് ഇയാൾ കെട്ടി വെച്ചേക്കുന്നത്. ഒരു മുറി കട്ടിലേല. പക്ഷേ കട്ടിലിൽ മുറിയാണോ മതിലാണോ? മതിലാ. ഒരു വീട്ടിൽ ചെന്ന് കേട്ടോ, പല വീട്ടിലോ പിള്ളേർ 2 നില വീടാ, മേളിലാണ് പിള്ളേർ, താഴെ ഞാൻ ചെന്നപ്പോൾ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചതാ. അമ്മ പറഞ്ഞു, മോൻ എഴുന്നേറ്റിട്ടില്ല. ഓക്കെ പാസ്റ്റേ, ഞാനൊന്ന് മെസ്സേജ് അയച്ചു നോക്കട്ടെ. അവർക്ക് പോയി വിളിക്കാൻ പാടാ. പാപം. അവർ ടെസ്റ്റ് അയക്കുന്നു. സൺ, കുട്ടി പ്ലീസ് കം ഡൗൺ, പാസ്റ്റർ ഈസ് വെയിറ്റിംഗ്. തിരിച്ചൊരു മറുപടി, ടെങ്. എന്താണെന്നറിയാം റിപ്ലൈ? സോറി, ഐ എം നോട്ട് ഇൻ എ മൂഡ് ടു കം. ഞാൻ പറഞ്ഞു, അമ്മച്ചി ഞാൻ പോയി വിളിക്കാം. അവൻ ഏത് മുറിയിലാണ് കിടക്കുന്നത്, ഞാൻ പോയി വിളിക്കാം. അമ്മ പറഞ്ഞു, പോയി വിളിക്കരുത്. പാസ്റ്റർ വിളിക്കുമ്പോൾ അവനൊന്നും പറയത്തില്ല. പോയി കഴിയുമ്പോൾ ഇവിടെ ഇടുനാശം, വെള്ളപ്പൊക്കവും, കുച്ചിപ്പൊടിയും, സമൂഹ നൃത്തവും, ഭരതനാട്യവും എല്ലാം നടക്കും. അതുകൊണ്ട് വിളിക്കണ്ടെന്ന് പറഞ്ഞു. ഒരു വീട്ടിൽ ഒരാൾ മേളിൽ, ഒരാൾ താഴെ. ഇറങ്ങി വരുമ്പോഴോ തോന്നുമ്പോൾ എന്താ പറ്റി? മുറിയല്ല, മതിലാണ്. നമ്മുടെ വീടുകളിൽ മതിലുകൾ പാടില്ല. പകരം എന്തോ വേണം? മുറി വേണം. എല്ലാവരും പറഞ്ഞ്, മതിൽ വേണ്ട, എന്തോ വേണം? മുറി വേണം. യു ഹാവ് ടു മേക്ക് റൂംസ് ഇൻ ദ. മുറികൾ വേണം. മറക്കരുത്, മുറികൾ സ്വകാര്യതകളാണ്. മുറികൾ വേണം, മതിലുകൾ വേണ്ട. പിണങ്ങി കിടക്കരുത്. ഒരു രാത്രി പോലും പിണങ്ങി കിടക്കരുത്. ചില സംഭവങ്ങൾ പറയാറുണ്ട്. എന്തിനാ? അവർക്ക് ഇത് ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു സഹോദരി എന്നെ വിളിച്ചു കേട്ടോ. ഞാൻ അതുകൊണ്ട് തന്നെ പറയും, പിണങ്ങരുത്. ഒരാളും ഒരു രാത്രി പോലും. പിണക്കമൊക്കെ ഉണ്ടാകാം, രാത്രിക്ക് മുമ്പ് പറഞ്ഞു തീർത്തോണം. തെളിവ്, ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർജി എനിക്ക് വയ്യ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്താ പെങ്ങളെ? ആ സഹോദരി എന്നോട് പറയുക, എൻ്റെ ഭർത്താവ് വിദേശത്താണ്, എല്ലാ മാസവും പൈസ അയക്കും, പക്ഷേ ഈ മാസം പൈസ അയച്ചില്ല. പൈസ അയക്കാതിരുന്നപ്പം ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നില്ല. ഞാൻ അങ്ങേർക്കത് ശമ്പളം കിട്ടി കാണത്തില്ല. പക്ഷേ ഇവിടെ വാടക കൊടുക്കണ്ടേ, പിള്ളേരുടെ ഫീസ് അടയ്ക്കണ്ടേ, പിള്ളേരെ ഓട്ടോറിക്ഷയെ സ്കൂളിൽ കൊണ്ടുവന്നവർക്ക് പൈസ കൊടുക്കണ്ടേ, ഞാൻ എന്തോ ചെയ്യും? ഒടുവിൽ ഞാൻ പറഞ്ഞപ്പം അദ്ദേഹം കുറച്ച് ദിവസം താമസിച്ച് പൈസ അയച്ചു കേട്ടോ. പൈസ അയച്ചപ്പം താമസിച്ച് പോയെന്നുള്ള ദേഷ്യം കൊണ്ട് ഇവൾ അതിൻ്റെ വാട്സപ്പ് സന്ദേശം പോലും തുറന്നു നോക്കിയില്ല. ആ രാത്രി അവൾക്കങ്ങ് ദേഷ്യമായി, പിണങ്ങി. വിളിച്ചില്ല. കുറേ ദിവസമായി പിണങ്ങി നിൽക്കുക, പൈസ അയച്ചില്ല. ഒരു രാത്രി അവൾ കിടക്കുമ്പോൾ ടക്കെന്ന് ബെല്ലടിക്കുന്നു. എന്താണ്? അവൻ്റെ കോള, ഗൾഫിൽ നിന്നുള്ള വിദേശത്ത് നിന്ന് കോള. ഇവൾ ഫോൺ സൈലൻ്റ് ആക്കി വൈബ്രേഷനിൽ വെച്ചിട്ട് അവിടെ വെച്ചു. കണ്ടു ടക്കെന്ന് അടിക്കുന്നത്. അവൾ എടുത്തില്ല. അങ്ങനെ മര്യാദയ്ക്ക് വഴിക്ക് വരട്ടവൻ, അവനറിയാലോ, അവൻ പാഠം പഠിപ്പിക്കും. ആരെ? കെട്ടിയവനെ. നേരം വെളുത്തപ്പം 18 മിസ് കോൾ. സന്തോഷമായേ? മര്യാദയ്ക്ക് അവൻ അങ്ങനെ വരട്ടെ, അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ഉച്ചയായപ്പം വേറെ ആൾ വിളിച്ചു, ഫോൺ എടുത്തു. ഇന്നാളുടെ ഭാര്യയാണോ? ആണോ? പറയുന്നൊരു ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളുടെ ഭർത്താവ് മുറി മരിച്ചു കിടപ്പുണ്ട്, അറ്റായിക്കായിരുന്നു. പാവം ഈ അറ്റായിക്ക് വന്ന് നെഞ്ച് വെട്ടി കീറുമ്പോഴാണ് ഭാര്യയെ വിളിച്ചത്. എടുത്തില്ല അവൾ, പിണക്കം എടുത്തില്ല. പക്ഷേ ഇന്ന് അവൾ വിഷാദരോഗിയാണ്.
എടുത്തിരുന്നെങ്കിൽ എൻ്റെ കെട്ടിയോ മരിക്കില്ലായിരുന്നു. ആ ചിന്ത അവളെ വിഷാദരോഗത്തിൽ കൊണ്ടെത്തിച്ചു. ഒറ്റ ദിവസം പോലും മതിലുകളില്ലാതെ ദൈവമേ മുറികളുടെ സന്തോഷം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമെന്ന് പ്രാർത്ഥിക്കുന്നവർ, ഞങ്ങളും മക്കളും തമ്മിൽ മതിലുണ്ടാകരുത്, ഞങ്ങളും ഭാര്യയും തമ്മിൽ മതിലുണ്ടാകരുത്. മക്കളെ നമുക്കിന്ന് വളർത്തണമെങ്കിൽ ഒറ്റയടിക്കേ ഒക്കത്തുള്ളൂ. നമ്മൾ ഒരു ടീമായിട്ട് നിന്നെങ്കിൽ മാത്രമേ ഈ കുഞ്ഞുങ്ങളെ ജയിച്ചെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്നവർ, നിങ്ങൾ ഏത് സമുദായത്തിൽപ്പെട്ടവരായിക്കോട്ടെ, നിങ്ങളുടെ മതം എന്തുമായിക്കോട്ടെ, അതൊക്കെ വ്യക്തിപരമല്ലേ. എൻ്റെ വീട്ടിൽ മതിലുകളില്ലാതെ മുറികളുടെ സ്നേഹം പങ്കുവെക്കപ്പെടുന്ന ദൈവമേ ആ സൗഭാഗ്യം തരണമേ. മതിലുകളില്ലാതെ ജീവിക്കണമേ എന്ന്, മറകളില്ലാതെ ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, മതിലുകളില്ലാതെ ജീവിക്കണമേ, മറകളില്ലാതെ ജീവിക്കണമേ. നോക്കൂ, യു ഹാവ് ടു മേക്ക് റൂംസ് ഇൻ ദാറ്റ് ആർക്ക്. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, അവരോട് പറയാണ്, നീ ആ പണിയുന്ന പെട്ടകത്തിന് 3 തട്ടുകൾ ഉണ്ടാക്കണം. യു ഹാവ് ടു മേക്ക് 3 decks in that ark. താഴെ ലോവർ ഡെക്ക് വേണം, പിന്നെ മിഡിൽ ഡെക്ക് വേണം, പിന്നെ ഒരു അപ്പർ ഡെക്ക് വേണം. പെട്ടകം പോവുക. വെള്ളപ്പൊക്കം എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞുങ്ങളിൽ കാര്യമാണോ? ആണോ? വെള്ളപ്പൊക്കം ചെറിയ കാര്യമാണോ? റാന്നിക്കാരോട് ചോദിക്കണം, വെള്ളപ്പൊക്കം കുഞ്ഞുങ്ങളിൽ കാര്യമാണെന്ന്. ഞങ്ങൾക്ക് വെള്ളപ്പൊക്കം രസമായിരുന്നു. അവർ അടിപൊളിയല്ലേ. വെള്ളപ്പൊക്കം വന്നാൽ പിന്നെ എന്താ പിണ്ടിച്ചങ്ങാടം കെട്ടുന്നു, പിന്നെ അങ്ങനെ ഇറങ്ങുന്നു. ഒന്നുമില്ല, ചെമ്പിനകത്താണെങ്കിലും ആളെ കയറ്റി ഇറക്കുന്നു. വെള്ളപ്പൊക്കം രസമായിരുന്നു. വെള്ളപ്പൊക്കം രസമല്ലെന്ന് പഠിപ്പിച്ചത് ഒറ്റ കാര്യമാണ്, 2018. വെള്ളപ്പൊക്കം രസമല്ലെന്ന് പഠിച്ചില്ലേ? വെള്ളപ്പൊക്കം ഇങ്ങനെ വരുമല്ലായിരുന്നു. മറ്റൊക്കെ വെള്ളം രസമാണ്. വെള്ളം കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ റോയിച്ചാൻ്റെ അടുത്ത് ഇപ്പോൾ ഉണ്ട്. റോയിച്ചാണ്ട് പറഞ്ഞു, പിള്ളേരെ കൊണ്ട് വീട്ടിൽ വിട്ടോ, ഇത് കളി കാര്യമാകുക. ഞാൻ വെള്ളപ്പൊക്കം ഇങ്ങനെ പോയിരുന്നിട്ട് എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞു, അച്ഛാ വെള്ളം വരുന്നുണ്ട്. പുറകിലത്തെ തോടം നോക്കിയത്, ഈ തൊട്ടി വെള്ളം വരത്തില്ല, നീ പേടിക്കേ വേണ്ട, ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അച്ഛാ ചുമ്മാ നോക്കച്ചാ. നോക്കിയപ്പം താണ്ട് സിറ്റൗട്ടിൽ വെള്ളം കയറുക. എന്നോ ചെയ്യും, സിറ്റൗട്ടിലോട്ട് വെള്ളം കയറുക. ചേച്ചി ഭയങ്കര മിടിക്കുകയായിരുന്നു. ചേച്ചി വന്നിട്ട് പറഞ്ഞു, നിന്നോട് ഞാൻ കൽപ്പിക്കുന്ന വെള്ളമേ ഇതിനപ്പുറത്തോട്ട് കയറി പോകരുത്. ആര് കേൾക്കാൻ? വെള്ളം കയറി വരികയല്ലേ. പറയ്ക്കാത്തോട്ട് കയറിയപ്പോൾ ഈ സാധനമല്ല അവിടെ മറക്കി മേളത്തെ സ്റ്റെയർ കേസ് കയറി ഷീറ്റ് ഇട്ടതിനകത്ത് കൊണ്ടിട്ടു. എല്ലാം പറക്കി മേളി വെച്ചിട്ട് പുള്ളിക്കാരത്തി അവിടെ നിൽക്കുമ്പോൾ വെള്ളം പൊങ്ങി കാണെ പൊങ്ങി വന്ന് സ്റ്റെയർ കേസ് നടന്ന് മേളത്തെ നെല്ലിലോട്ട് കയറുക. പുള്ളിക്കാരത്തി ഒരു ചോക്കെടുത്ത് വരച്ചു, ഇൻ ദ നെയിം ഓഫ് ജീസസ്, കടക്കരുത്. എവിടെ കേൾക്കാനാ? വെള്ളം കയറി വന്നു. എല്ലാം ഒഴുക്കിക്കൊണ്ട് പോയപ്പോൾ ആരാണ്ടൊക്കെ കരയ്ക്ക് നോട്ടി പച്ച ഇനിയും ചാടാൻ പറഞ്ഞു. ചാടി ഇറങ്ങി നീന്തിയപ്പോൾ ഉറക്കെ പറഞ്ഞു, എന്നാൽ കർത്താവെ തോന്നിയതുപോലെ ചെയ്തോളാൻ. കാരണം അതിൻ്റെ പേരാണ് വെള്ളപ്പൊക്കം. ഈ വെള്ളപ്പൊക്കം ഇങ്ങനെ വരികയല്ലേ, വെള്ളപ്പൊക്കം വന്നവർ വരവല്ലേ. ഈ വെള്ളത്തിലോട്ട മക്കളെ പെട്ടകം ഇറങ്ങിപ്പോകുന്നത്, ഇത് ഒലയത്തില്ലേ, ഇത് മറിയത്തില്ലേ, ഇത് പോയതല്ലേ. കർത്താവ് പറഞ്ഞു, പോകാതിരിക്കാൻ വഴി. ഈ പെട്ടകത്തിൽ നിങ്ങൾ 8 പേരുണ്ട്, ഇതിന് 3 ഡെക്ക് വേണം. ലോവർ ഡെക്ക്, മിഡിൽ ഡെക്ക്, അപ്പർ ഡെക്ക്. മനുഷ്യൻ്റെ ജീവിതമാണ്. ലോവർ ഡെക്ക് എന്താ ഒരു സാധാരണ ജീവിതമായിരിക്കാം. മിഡിൽ ഡെക്ക് ഡേ ടു ഡേ ലൈഫാണ്. ഇന്നലകളായിരിക്കാം ലോവർ ഡെക്ക്, ഇന്നിൻ്റെ ജീവിതമായിരിക്കാം മിഡിൽ ഡെക്ക്. പക്ഷേ ഒരു അപ്പർ ഡെക്ക് വേണം. വേദപുസ്തകത്തിൽ എവിടെല്ലാം അപ്പർ ഡെക്ക് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം പ്രാർത്ഥന മുറിയ. മുകൾ തട്ട് വേണം. മുകൾ തട്ടുണ്ടോ ഏത് പ്രളയത്തെയും അതിജീവിക്കാം. പ്രളയം വരികയാണ് പ്രിയരെ. കോവിഡ് എന്ന പ്രളയം കണ്ടു, ഇനി അക്ഷരാർത്ഥത്തിലുള്ള പ്രളയം കണ്ടു, ഇനി ജീവിതത്തിൻ്റെ പ്രതിസന്ധികളാകുന്ന പ്രളയങ്ങൾ, സാമ്പത്തിക അസ്ഥിരതകൾ എല്ലായിടത്തും. പിള്ളേരൊക്കെ UK പോയി, ഇപ്പോൾ അവിടെ അതിലും പ്രശ്നം. കാനഡയിൽ പോയി വിസ കിട്ടാൻ പ്രശ്നം. ലോകം മുഴുവൻ പ്രളയത്തിലാണ്. എന്നാൽ ഏത് പ്രളയത്തെയും അതിജീവിക്കാൻ ഒരു വഴിയുണ്ട്. മുകൾ തൊട്ടുണ്ടോ, മുപ്പിരിച്ചട്ടാണോ, പ്രളയത്തെ അതിജീവിക്കും. കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ മുകൾ തട്ട് വേണം. ഞാൻ എളിയവൻ, എനിക്കും ഒരു കാൽനൂറ്റാണ്ടായിട്ട് വിവാഹ ജീവിതം നയിക്കുന്നവൻ, അതിലുപരി ഒരു ദൈവസഭയെ ശുശ്രൂഷിക്കാൻ ഭാഗ്യം ലഭിച്ചവൻ. എന്തെല്ലാം പ്രശ്നങ്ങൾ. ഞാൻ പറയും, മുകൾ തട്ട് മാത്രം പോരാ, മുകൾ തട്ടി മുഴങ്കാലൂടെ ഉണ്ടോ പ്രളയത്തെ ഈസി ആയിട്ട് അതിജീവിക്കാം. മുകൾ തട്ടും മുഴങ്കാലും ഉണ്ടെങ്കിൽ ഈ പെട്ടകം ഇങ്ങനെ പോവുകയാണ്. അലഞ്ഞും പെട്ടകം പോയി. ഒടുവിൽ അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. അവരിറങ്ങി ശുദ്ധിയുള്ള യാഗം കഴിച്ചു. ഉൽപ്പത്തി പുസ്തകം 6-7 അധ്യായങ്ങൾ. ശുദ്ധിയുള്ള യാഗം കഴിച്ചു. കുടുംബം ഒരു യാഗപീഠം, അത് ശുദ്ധിയുള്ള യാഗം. ഭർത്താവിന് വേണ്ടി ഭാര്യ യാഗമാകുന്നു. തളർന്നുപോയ ഭർത്താവിനെ വർഷങ്ങൾ നോക്കിയ ഭാര്യമാരെ എനിക്കറിയാം. കിടന്നുപോയ ഭാര്യയെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന ഭർത്താക്കന്മാരെ എനിക്കറിയാം. അടുത്തിടയ്ക്ക് റാന്നിയിലെ പ്രബല കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരൻ നടന്നു വരുമ്പം 78 വയസ്സായി. അദ്ദേഹം ഒരു കാലം കൂടെയൊക്കെ കുത്തി കതർ ജുബ ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ട് വട്ടിവത്ത ആ മനുഷ്യൻ ഇങ്ങനെ കയറി വരുമ്പോൾ അദ്ദേഹത്തെ ഞാൻ ചെന്നിങ്ങനെ കയ്യെ പിടിക്കണ്ട, കുഴപ്പമില്ല, എങ്ങനെയുണ്ടച്ചാ ആൻറ്റിക്ക്? ഒന്നുമില്ല. സംസാരിച്ചും പറഞ്ഞു, മോനെ 38ാമത്തെ വയസ്സിൽ അവൾ തളർന്നു. അന്ന് എനിക്ക് 43, ഇന്ന് വയസ്സ് 78ആയി. പിള്ളേരെ എല്ലാം കെട്ടിച്ചു, മക്കളുടെ പ്രസവം എടുത്തു, എല്ലാം ഞാനാ ചെയ്തത്. അവളെ ഇന്നും ഞാൻ രാവിലെ കുളിപ്പിച്ചിട്ടാണ് വരുന്നത്. ഒരു പരാതിയില്ല, ഒറ്റ പ്രാർത്ഥന, അവൾ കിടന്ന് പോകുന്നിടം വരെ അവളെ താങ്ങാൻ ഒരു കരുത്തിനിക്ക് കിട്ടിയാൽ മതി. പ്രിയമുള്ളവരെ, കുടുംബം ഒരു യാഗപീഠം, ശുദ്ധിയുള്ള യാഗം. അവിടെ അപ്പനും അമ്മയും മക്കൾക്ക് വേണ്ടി യാഗമാകുന്നു. എന്തിനേറെ
അപ്പനും അമ്മയ്ക്കും വേണ്ടി യാഗമായ മക്കളെ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാജേഷ് അത്തിക്കയം, പ്രശസ്ത മലയാളി കവിയാണ്, റാന്നിക്കാർക്കറിയാം വ്യഥനമെന്ന കവിത. ആ കവിത എഴുതിയ രാജേഷിനെ ഞാൻ കണ്ടപ്പം 2 മാസമായിട്ട് അവൻ്റെ അപ്പനെ പൊന്നുപോലെ നോക്കുക. ഞാൻ ചോദിച്ചു ജോലി പോയി, കാരണം അപ്പനാണോ ജോലിയാണോ നോക്കിയപ്പം 2 കൽപ്പിച്ച് ജോലി കളഞ്ഞിട്ടിങ്ങനെ പോന്നു. കുടുംബം ഒരു യാഗപീഠം മറ്റൊരാൾക്ക് വേണ്ടി യാഗമാകുക. പക്ഷേ കുടുംബം ഒരു യാഗപീഠം തെളിച്ചപ്പോൾ തമ്പുരാൻ അവരുടെ മുകളിൽ ഒരു കാര്യം കാണിച്ചു. അത് മഴവില്ലാണ്. മഴവില്ലെന്താ? എൻ്റെ ഉടമ്പടി നിൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ ഉടമ്പടിയാണ് മഴവില്ല്. ഒരു കാര്യം ഞാൻ പറയാം, മുപ്പിരി ചരട് മറകളില്ലാതെ ജീവിക്കണം, മറക്കരുത്. 1 മതിൽ വേണ്ട, 3 മുറികൾ വേണം. മുറികളിൽ മാത്രം പോരാ, മുകൾ തട്ട് വേണം. മുകൾ തട്ട് മാത്രം പോരാ, മുഴങ്കാല് വേണം. മുഴങ്കാല് മാത്രം പോരാ. കുടുംബം ഒരു യാഗപീഠം ആണോ? ഉറപ്പ്. കാണാം ഏത് കാർമേഘത്തിനകത്തും മുകളിലൊരു മഴവില്ല്. മഴവില്ലെന്താ? എൻ്റെ കൃപ നിൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ഉടമ്പടി നിൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ഉടമ്പടി നിൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ പൊന്നു മക്കളെ, കാർമേഘമാണ് മൊത്തം. ഈ പ്രളയം നിറഞ്ഞ ഭൂമിയിൽ പ്രളയാനന്തര റാന്നി എന്ന് പറഞ്ഞ് സംവാദങ്ങളും സെമിനാറുകളും നടന്നിട്ടുണ്ട്. ഞാൻ പങ്കുചേർന്നിട്ടുണ്ട് പ്രളയാനന്തര റാന്നി. പക്ഷേ പ്രളയം കഴിഞ്ഞ ഭൂമി ഒന്നിനും കൊള്ളത്തില്ല. പ്രളയം കഴിഞ്ഞ ഭൂമി ചള്ളം നിറഞ്ഞതാണ്. അതിൽ ഒഴുകിപ്പോയവരുടെ അവശിഷ്ടങ്ങളെല്ലാം ഉണ്ട്. കാല് ചവിട്ടാൻ കൊള്ളത്തില്ലെങ്കിലും മേളിലോട്ട് നോക്കിയാൽ കാണാം മഴവില്ല് കാണാം. മഴവില്ലുണ്ടോ? ഒരു കാര്യം ഉറപ്പാ, അവിടെ എൻ്റെ കൃപ നിനക്ക് മതിയെന്നുള്ള ദൈവശബ്ദം കേൾക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഭക്തൻ പാടുക, കാർമുകിലേറെ കരേറിലും കാണുന്നില്ലേ മഴവില്ല അതിന്മേൽ, കരുതുക വേണ്ടതിൻ ഭീകരങ്ങൾ, കെടുതികൾ തീർത്തവൻ തഴുകിടുമേ. അഴലേറും ജീവിതം മരുവിൽ നീ തളരുകയോ ഇനിയും സഹജേ, എന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോൻ കണ്ണിൻമണി പോലെ കാക്കും. പ്രളയം വരും. എന്തെല്ലാം പ്രളയങ്ങൾ! 25 വർഷം ഡയാലിസിസിൻ്റെ കട്ടി പേഷ്യൻ്റായ ഒരു പെങ്ങള്, പിന്നെ എന്തെല്ലാം പ്രതിസന്ധികൾ. പക്ഷെ ഒന്നെനിക്കറിയാം, ഏത് പ്രതിസന്ധിയും അതിജീവിക്കും. പെട്ടകം മുകൾ തട്ടും മുഴങ്കാലും ഉണ്ടോ? മുകൾ തട്ടും മുഴങ്കാലും ഉണ്ടോ? ആ മുകൾ തട്ടിൽ മുഴങ്കാലി ഇരുന്നു കൊണ്ട് 2 പേരും കൂടെ കരം കോർക്കാമോ? വിരിയും. 1 കാർമേഘത്തിൻ്റെ മുകളിൽ മഴവില്. കണ്ണെല്ലാം അടച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്, കാർമുകിലേറെ കരയേറികളും ഐ റെസ്പെക്ട് യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ സഭ, അതെല്ലാം വ്യക്തിപരമാണ്. പക്ഷേ ഇവൻ അനുഭവത്തിൽ ഇത് പറയട്ടെ, മതാതീതമായ ഒരു സത്യം മുകൾ തട്ട്, മതാതീതമായ ഒരു സത്യം മുപ്പരി ചരട്, മതാതീതമായൊരു സത്യം മറകളില്ലാതെ ജീവിക്കണം. അവിടെ ഒരു യാഗപീഠം, മുകളിൽ മുഴങ്കാൽ. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് അവരോടൊപ്പം ചേർന്ന് പാടിക്കേ, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ കണ്ണിൻ മണി പോലെ കാക്കും, കണ്ണിൻ മണി പോലെ കാക്കും. കാർമുകിലേറെ കരേറുകിലും കാണുന്നില്ലേ മഴവില്ലതിന്മേൽ, കരുതുക വേണ്ടതിൻ ഭീകരങ്ങൾ, കെടുതികൾ തീർത്തവൻ തഴുകിടുമേ. അഴലേ ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേ ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ, കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെയവൻ താങ്ങി നടത്തിടും പൊൻകരത്താ. അഴലേ ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേ ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ നല്ലപോലെ വായിക്കുന്നവനാണ്. അദ്ദേഹം അത് ഫ്ലൂട്ടിലൂടെ ഒന്ന് വായിക്കും. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ